അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് റിയാദുസ് സ്വാലിഹീൻ്റെ 12ാമത്തെ ക്ലാസ്സാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ എടുക്കാൻ പോകുന്നത് 35ാമത്തെ ഹദീസാണ്. വഅൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. ലമ്മാ സകുലൻ സബിയ്യു സ്വല്ലല്ലാഹു അൻഹു കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം കഠിനമായ സന്ദർഭം. ജഅല യതആശഹുൽ കർബു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിനമായ വേദനയിലാണ്. ഫക്കാലത്തു ഫാത്തിമത്തു അലൈഹ അസ്സലാമു. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഖറബ അബാദ. ഹോ, എൻ്റെ പിതാവിൻ്റെ വിഷമാവസ്ഥ എന്ന് പറഞ്ഞു. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫക്കാല തങ്ങൾ പറഞ്ഞു, ലൈസ അലൽ അബീക കർബു ബഅദൽ യൗമി. ഈ ദിവസത്തിന് ശേഷം നിന്റെ പിതാവിന് യാതൊരു വിഷമവുമില്ല. ഫലമ്മാമാന. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. ഫകാലത്ത്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറയുകയാണ്, യാ അബത്താഹു അഹാബ റബ്ബൻ ദാഹു. എൻ്റെ പിതാവേ, അങ്ങ് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. യാ അബത്താഹു ജന്നത്തുൽ ഫിർദൗസി മാവാഹു. എൻ്റെ പിതാവേ, ജന്നത്തുൽ ഫിർദൗസ് അങ്ങയുടെ ഭവനമാകുന്നു. ഇനിയുള്ള അങ്ങയുടെ ഭവനം സ്വർഗമാണ്, ജന്നത്തുൽ ഫിർദൗസ് ആണ്. യാ അബ്താഹു ഇലാ ജിബ്രീലു തൻഹാവു. എൻ്റെ പിതാവേ, അങ്ങയുടെ വഫാത്ത് ഞങ്ങൾ ജിബ്രീലിനെ അറിയിക്കുന്നു. ഫലമ്മാ ദുഫിന കാലത്ത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരം മറവ് ചെയ്യപ്പെട്ടപ്പോൾ അതിൽ പങ്കെടുത്തതായ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനോട് ബീവി ഫാത്തിമ റളിയല്ലാഹു പറയുകയാണ്. കാലത്ത് ഫാത്തിമത്തു റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ അനസ് അത്വാബത്ത് നഫൂസിക്കും അൻ തസു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സറാ. ആ കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്ത അനസ് റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മേൽ മണ്ണ് വാരിയിടാൻ നിങ്ങളുടെ മനസ്സ് അനുവദിച്ചിരുന്നോ? ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മറവ് ചെയ്തു വന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരോട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി അൻഹ ചോദിക്കുകയാണ്, പ്രവാചകരുടെ മേൽ മണ്ണ് വാരിയിടാൻ നിങ്ങളുടെ മനസ്സ് അനുവദിച്ചോ? റവാഉൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അടുത്ത ഹദീസ് നോക്കാം. വഅൻ അബീ സയ്യിദ് അസാമത്ത് ഇബ്നു സയ്യിദ് ബിനു ഹാരിസത്തു മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൈഹി വജ്ബഹി വബിനിൽ ഹിബിഹി റളിയല്ലാഹു അൻഹുമാ. ബഹുമാനപ്പെട്ട ഉസാമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. അദ്ദേഹം പറയുകയാണ്, കാല അർസലത്തുൽ ബന ഇബ്നത്തൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി നബി തങ്ങൾ ഇഷ്ടം വെക്കുന്ന ആളാണ്. ഇഷ്ടം വെക്കുന്ന ആളുടെ മകനോട് അദ്ദേഹം പറയുകയാണ്, അർസലത്ത് ഇബ്നത്ത സല്ലല്ലാഹു അൻഹു വസല്ലമ ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ നബി തങ്ങളിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു. നബി തങ്ങളുടെ മകളായ സൈനബ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഇബ്ന ലി ഖദ് ഉഹ്തസിറ ഫഷദിന. ഇന്ന ഇബ്നി, എൻ്റെ മോന്, അവൻ മരണാസന്നനാണ്, അതുകൊണ്ട് അങ്ങ് ഇങ്ങോട്ട് വരണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് തങ്ങളുടെ മകളിതാ നബി തങ്ങളുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫർസല യുക്രിഹു സലാമ വയഖൂലു ഇന്നല്ലാഹ മാ അഹദി വലഹു മാ ഔത്താ. മകൾക്ക് സലാം ഓതിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞയച്ചു. എന്താണ് പറഞ്ഞയച്ചത്?
ഇന്നാലില്ലായി മാ അഹദ വലഹു മാ അത്തോ വകുല്ലു ഷൈഹിൻ ഇൻദഹു ബി അജലി മുസമ്മ ഫൽതസബിർ വൽ തഹ്തസിബ്. നബിതങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞയക്കുകയാണ്, അള്ളാഹു തിരിച്ചു പിടിച്ചത് അവൻ്റേതാണ്, തീർച്ചയായും അള്ളാഹുവിൽക്കുള്ളതാണ്. മാ അഹദ അവൻ പിടിച്ചത് അവൻ്റേതാണ്, വലഹു മാ അത്ത അവൻ നൽകിയതും അവനുള്ളതാണ്. വകുലു ഷൈഹിൻ അജലും മുസമ്മ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ അടുത്ത് നിശ്ചിതമായ അവധിയുണ്ട്. വൽ നസ്ബിർ വബ്തഹിനസിബ് ക്ഷമിക്കുകയും പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചു. ഫർസലത്ത് ഇലൈഹി തക്സിമ അലൈഹി ലയത്തിനഹ അങ്ങ് ഉടൻ വരണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സൈനബ ബീവി വീണ്ടും ഒരാളെ അയച്ചു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഖാമ വമാഹു സയ്യിദ് ബിനു ഉബാദത്തു വമുആദ് ബിനു ജബലി വഅബി ഇബ്നു കഅബി വറബിനി ഇബ്നു സാബിത്ത് വറിജാലു റളിയല്ലാഹു അൻഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് മകളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ സയ്യിദ് ബിനു ഉബാദ് റളിയല്ലാഹു അൻഹു, മുആദ് ബിനു റളിയല്ലാഹു അൻഹു, ഉബൈദ് ബിനു റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ എല്ലാവരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ ബീവിയുടെ വീട്ടിലേക്ക് തിരിച്ചു. ഫറുഫിഹ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സബിയ്യ് അവിടെ നബി തങ്ങളുടെ അടുത്തേക്ക് കുട്ടിയെ ഉയർത്തി കാണിക്കപ്പെട്ടു. അപ്പോൾ ഫഖീദ ഫി ഹിജ്രിഹി വനഫ്സഹു തുഖാക്കിഹു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ വാങ്ങി മടിയിലിരുത്തിയപ്പോൾ അതിൻ്റെ ആത്മാവ് പിടഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു, അതായത് റൂഹ് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഖാലത്ത് ഐനാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 കണ്ണുകൾ നിറഞ്ഞു. ഫഖാല സഅദ് ഇത് കണ്ട് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലുള്ളാഹ് അള്ളാഹുവിൻ്റെ റസൂലേ മാ ഹാദാ എന്താണിത്, എന്തുകൊണ്ടാണ് നിങ്ങൾ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദിഹി റഹ്മത്തു ജഅലഹ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ആദിഹി റഹ്മത്തു ജഅലഹ അല്ലാഹു തആല ഫീ ഖുലൂബി ഇബാദിഹി അള്ളാഹുവിൻ്റെ അടിമകളുടെ ഹൃദയത്തിൽ അള്ളാഹു നിക്ഷേപിച്ചതായ കാരുണ്യമാണിത്, റഹ്മത്തിൻ്റെ കാരുണ്യമാണിത്. വഫീ റിവായത്തും മറ്റൊരു നിവേദനത്തിൽ ഉള്ളത് കുലൂബി മദ്ശാഹ മിൻ ഇബാദിഹി വ ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി റഹ്മാഹു തൻ്റെ അടിമകളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെട്ട കരുണയാണിത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് അലൈഹി വസല്ലം അവനോട് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഹദീസ് മുത്തഫഖു അലൈഹിയാണ്, ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച ഹദീസാണ്. വമാന തകാകൗ തൻഹറക തൽതരിബു തകാകൗ എന്നതിൻ്റെ അർത്ഥം അവൻ്റെ റൂഹ് ഇങ്ങട് പിടയുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. വാഹിർദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.